ഒന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഭാഗവത് സപ്താഹം എന്ന വൻ പ്രചരണമാണ് നടക്കുന്നത്. കാരണം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. പക്ഷെ പണ്ട് നമ്മൾ ആരും ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇത് പ്രചാരമല്ലാതിരുന്ന കാലത്ത് പോലും 12 വർഷത്തിലൊരിക്കലാണ് ഭാഗവത് സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ മിക്കവാറും ദേവാലയങ്ങളിലെല്ലാം എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അപ്പം ഭാഗവത് സപ്താഹം അത്രയ്ക്ക് പ്രചാരണം നേടി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. ഇനിയാണ് രസകരമായ സംഭവം. ഈ സപ്താഹ വേദി എന്താണെന്ന് അറിയാൻ മേലാത്ത ആചാര്യന്മാരാണ് ഈ വേദിയിലേക്ക് വരുന്നത്. 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ട ഈ സപ്താഹവേദി ഒരു ഭഗവത് ചൈതന്യം നിറഞ്ഞ വേദിയായാണ്, അതായത് ഭഗവാന്റെ തന്നെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരും പരീക്ഷത്ത് രാജാവാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ഇനി ചിന്തിക്കുക, അതുപോലെ തന്നെ രാത്രിയിൽ ഇത് പാരായണം ചെയ്യുകയുമില്ല. ഏതായാലും ഈ സപ്താഹവേദിയുടെ ആചാരക്രമങ്ങളിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് പല ഘടകങ്ങളും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ശ്രീകൃഷ്ണൻ എഴുന്നള്ളി വരുന്നു, രാധ എഴുന്നള്ളി വരുന്നു. അതായത് ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡാൻസുകാരി പെണ്ണ് വേഷം കെട്ടി കൃഷ്ണനാണെന്നും പറഞ്ഞാൽ വേദിയിലേക്ക് വരും. വന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണണം. ഞാൻ 1-2 വേദിയിൽ കണ്ടതാണ്. ഞാനിത് ഒരു സപ്താഹ ആചാര്യനോട് ചോദിച്ചു, ഇത് ശരിയാണോ എന്ന്. അപ്പോൾ ആചാര്യൻ വന്നിട്ട് പറഞ്ഞു, സാറേ ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി നേരിട്ടിറങ്ങി ഇവരുടെ അടുത്ത് വന്ന് കളിച്ചേനെന്ന്. അപ്പം ഞാൻ പുള്ളിക്ക് അങ്ങ് ഒരു നമഭാഗം ചൊല്ലി. കാരണം ഇത്രയും വിവരമുള്ള ഒരു ആചാര്യനോട് ഞാൻ എന്ത് പറയാൻ, അദ്ദേഹത്തെ നമിക്കുകയല്ലാതെ. അത്തരം ആചാര്യന്മാരാണ് അവിടെ ഉള്ളത്. പിന്നെ മറ്റൊരു വേദിയിൽ ചെന്നപ്പോഴത്തേക്ക് അടുത്തുള്ള നാടകവേദിയിൽ നിന്നോ ഡാൻസ് വേദിയിൽ നിന്നോ ഒരു പുരുഷനും സ്ത്രീയും ശ്രീകൃഷ്ണൻ്റെയും ഭാമയുടെയോ ലക്ഷ്മിയുടെയോ ഏതാണ്ട് വേഷം കെട്ടി അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ചെന്ന് അവരെ തൊട്ട് തൊഴുന്നു, അയാൾ അഭിനന്ദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ഓർത്ത് നോക്കിയേ, വെറും ഒരു നാടകക്കാരൻ അവിടെ ഇരുന്ന് അമ്മച്ചിമാരെ അനുഗ്രഹിക്കുന്നത്. ഇതാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ പതനം. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ ഒക്കുമോ? ഏത് വേദിയിലാണ് ആധികാരികമായി പറഞ്ഞിട്ടുള്ളത്? ഒരു ട്രാൻസ്ജെൻഡർ, അതായത് ഇപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ ട്രാൻസ്ജെൻഡർ ആയെന്ന് തന്നെ പറയാം. കാരണം ശ്രീകൃഷ്ണൻ ഒരു പുരുഷനാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് അവിടെ കൃഷ്ണൻ്റെ വേഷം കെട്ടി തുള്ളുകയാണ്. എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ദൈവമേ കണ്ടറിയണം. അപ്പോൾ അവിടെ ശ്രീകൃഷ്ണനെ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പിന്നെ ഒരു നാടകക്കാരൻ വന്നിരുന്നു അനുഗ്രഹം ചെയ്യുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങുന്ന് വരുന്നു വേഷം കെട്ടി ഒരാൾ, കുചേലൻ. ഈ സപ്താഹവേദിയിൽ, പവിത്രമായ വേദിയിൽ ഇത്രയും തരംതാണ ഇടപാടുകൾ കാണിച്ച് ആ വേദി അശുദ്ധമാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതാണോ ഭക്തി? ഇതാണോ വിശ്വാസം? ഇതാണോ ആരാധന? പിന്നെ ഹിന്ദുമതത്തെ ആർക്കാണ് പുച്ഛിച്ച് തള്ളാൻ കഴിയാതെ വരിക? എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൊണ്ട് എന്നെ തളർത്താനോ വളർത്താനോ കഴിയും. ഏതായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.